കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തരൂർ. കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ ഉണ്ടെന്ന് ശശി തരൂർ. സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള തന്റെ അവകാശത്തെ ജനം അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ നേതൃത്വം പരാജയമെന്ന് തുറന്നടിച്ച് തരൂർ. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമെന്നും തരൂർ. ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തരൂരിന്റെ പരാമർശം. സിബി ജോസഫ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സിബി, വളരെ വലിയ രീതിയിലുള്ളൊരു വിമർശനമാണ് തരൂർ കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൃത്യമായ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം തരൂർ നടത്തിയിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായി. അപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം പുറത്തു വരുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? നന്ദു, തീർച്ചയായും ശശി തരൂരിൻ്റെ ഈ സംസ്ഥാനത്തെ വികസന കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും അഭിപ്രായ പ്രകടനങ്ങളും പിന്നീട് സംസ്ഥാന കോൺഗ്രസിലുണ്ടായ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഹൈക്കമാൻഡ് വരെ രാഹുൽ ഗാന്ധി അടക്കം ശശി തരൂരുമായി നേരിട്ട് സംസാരിക്കുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം കേന്ദ്രത്തിലെയും ദേശീയ നേതൃത്വത്തിലെയും സംസ്ഥാന നേതൃത്വത്തിലെയും ആഞ്ഞടിച്ചുകൊണ്ടുള്ളൊരു ലേഖനം അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ കോൺഗ്രസിൻ്റെ ഒരു വലിയ പരാജയത്തിന് കാരണം ഇപ്പോഴത്തെ നേതൃത്വമാണെന്ന് കൃത്യമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് ശശി തരൂർ. അതായത് വികസന കാര്യത്തിൽ തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതാക്കളുടെ ആശയദാരിദ്ര്യവും അടക്കമല്ലാതെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ വിമർശിക്കുന്ന, രൂക്ഷമായി നേതൃത്വത്തെ വിമർശിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അദ്ദേഹം ഇന്നിപ്പോൾ ഇംഗ്ലീഷ് മാധ്യമത്തിൽ നൽകുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് വികസന കാര്യത്തിൽ താൻ എപ്പോഴും എല്ലാ കാലവും നിർഭയമായി തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ വികസന കാര്യത്തിൽ താൻ മുന്നോട്ട് വയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് നല്ല സ്വീകാര്യത ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതും 4 തവണ താൻ MB ആയി ജയിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനിയും തൻ്റെ അഭിപ്രായം തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇതിൽ ദേശീയ നേതൃത്വത്തിനെതിരെല്ലാം തന്നെയും അദ്ദേഹം രൂക്ഷമായ വിമർശനം അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റം വേണമെന്നൊരു ആവശ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു കൃത്യമായൊരു നേതാവ് കോൺഗ്രസിൽ, സംസ്ഥാന കോൺഗ്രസിൽ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റം ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഈ കേരളത്തിലെ കോൺഗ്രസിൽ അടിത്തട്ടിൽ നിന്ന് തന്നെ പാർട്ടി വളരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ 3ാം തവണയും ഈ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം ആചരിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ കൂടി കൂടുതൽ അദ്ദേഹം ഇറങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഒരു നല്ലൊരു നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ അഭാവം ആ പാർട്ടിയിലുണ്ട് എന്ന് ആഞ്ഞടിച്ചിരിക്കുകയാണ് ശശി തരൂർ എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തിനെയും അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് ശേഷം, ഈ പാർലമെൻറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെയും കോൺഗ്രസിന് വളരെ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് മാത്രം കൊണ്ട് മേടിച്ച് ജയിക്കാനാവില്ല. മറിച്ച് കോൺഗ്രസിനും അപ്പുറമുള്ള എല്ലാ തലത്തിൽ നിന്നുള്ള വോട്ടുകൾ ശേഖരിച്ചു വേണം ജയിക്കേണ്ടത്. അത്തരത്തിലൊരു രീതിയിലേക്ക് പാർട്ടി വളരേണ്ടതുണ്ട്. ഇനിയും പാർട്ടി ആ രീതിക്ക് വളർന്നില്ലെങ്കിൽ ഇനിയും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നു. എന്തായാലും അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തന്നെ കോൺഗ്രസിന് ആവശ്യമില്ലെങ്കിൽ തനിക്ക് വേറെ വഴിയുണ്ട് എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തനിക്ക് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോൺഗ്രസിന് ആശയവുമായി ബന്ധപ്പെട്ട അതിനെ താൻ മുന്നോട്ട് പോകുന്നു. പക്ഷേ തന്നെ ആവശ്യമില്ല എന്ന് തോന്നിയാൽ തനിക്ക് മറ്റു ഓപ്ഷനുകളുണ്ട് എന്നുള്ള ഒരു തുറന്നടിക്കൽ തന്നെയാണ് ശശി തരൂർ നടത്തിക്കുന്നത്. സ്വാഭാവികമായും വളരെ വലിയ രീതിയിൽ കേന്ദ്ര സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രത്തിലെയും സംസ്ഥാന ദേശീയ നേതൃത്വത്തിനെതിരെയും അതോ ഹൈക്കമാൻഡിനെതിരെയും സംസ്ഥാന കോൺഗ്രസ് KPCCക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടുള്ളൊരു ഇൻ്റർവ്യൂ തന്നെയാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നൽകിയിരിക്കുന്നത്. പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതൃ അഭാവം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി അടിത്തട്ടിൽ നിന്നും വളരേണ്ടതുണ്ട്. ഈ രീതിക്ക് കോൺഗ്രസ് മുന്നോട്ട് പോയാൽ കേരളത്തിൽ വീണ്ടും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിലും വലിയ തിരിച്ചടിയുമായി മുന്നോട്ട് പോകുന്നു. ഇതിലും പാർട്ടി വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഇനിയും ഉണ്ടാകും. തന്നെ കോൺഗ്രസിന് ആവശ്യമില്ലെങ്കിൽ, തൻ്റെ ആശയങ്ങളെയും തൻ്റെ കഴിവിനെയും കോൺഗ്രസിന് ആവശ്യമില്ലെങ്കിൽ തനിക്ക് മറ്റ് ഓപ്ഷനുകളും വഴികളും ഉണ്ടെന്നൊരു കാര്യം കൂടിയാണ് ശശി തരൂർ ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ അദ്ദേഹം വലിയ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. നന്ദു.